ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തുവരാനുള്ളത് സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ്. ക്ലൈമാക്സിൽ ചിത്രം വ്യക്തമാകുമ്പോൾ പല സൂപ്പർ താരങ്ങളും വില്ലനാകുമെന്നുറപ്പാണ്. ചലച്ചിത്ര മേഖലയിലെ ഉന്നതരിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിട്ടതായി നിരവധി നടിമാരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയത്. പലതും നടക്കുന്ന അങ്ങേയറ്റം മോശകരമായ അനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ്. ഒട്ടേറെ നടന്മാർ മദ്യപിച്ച ശേഷമാണ് സെറ്റിൽ എത്താറുള്ളതെന്നും കമ്മിറ്റിക്ക് മൊഴി ലഭിച്ചു. ഈ നടന്മാരിൽ നല്ലൊരു പങ്കും ലഹരി ഉപയോഗിക്കുന്നു. ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുമെന്ന കാരണമാണ് ഇവർ പറയുന്നത്. ഇത്തരക്കാരായ ന്യൂ ജനറേഷൻ അഭിനേതാക്കൾ കൃത്യസമയത്ത് സെറ്റിലെത്തുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന നിർമ്മാതാക്കളോട് അസഭ്യം പറയുന്നുവെന്നും മൊഴികളിലുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരുടെ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ചാറ്റുകളുടെ വിവരണം, സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പ്, കമ്മിറ്റി രേഖപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങിയ മൊഴികൾ എന്നിവയാണ് അനുബന്ധത്തിലുള്ളതെന്നും അറിയുന്നു. ചില സ്ത്രീകൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും മറ്റും ഉൾപ്പെടുന്ന പെൻഡ്രൈവുകളും സിഡികളും മറ്റും അനുബന്ധത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രോണിക് രേഖകളാണ്. നടന്മാരും സംവിധായകരും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ ഇതിൽ പരാമർശിക്കുന്നതായി പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയ പരാമർശങ്ങളും മൊഴികളും അനുബന്ധത്തിന്റെ ഭാഗമാണ്. പ്രധാന റിപ്പോർട്ടിൽ 296 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നുവെന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയതിനു പുറമെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലകളിലെ നടിമാരും സാങ്കേതിക പ്രവർത്തകരായ വനിതകളും നൽകിയ മൊഴികൾ അടങ്ങുന്ന 400 പേജ് വരുന്ന ഭാഗവും ഇത്തരത്തിൽ പുറത്തുവിട്ടിട്ടില്ല. വ്യക്തികളുടെ സ്വകാര്യതയും വ്യക്തി സുരക്ഷിതത്വവും മാനിച്ച് ഇവ ഒഴിവാക്കുന്നതായാണ് പറയുന്നത്. WCCയുടെ നിവേദനത്തെ തുടർന്നാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് പറയുന്ന തുടക്ക ഭാഗത്തെ തന്നെ ചില ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് WCCയുടെ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങളാണിത്. റിപ്പോർട്ടിലെ രഹസ്യ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനായി സ്റ്റെനോഗ്രാഫറെ ഒഴിവാക്കി ജസ്റ്റിസ് ഹേമ തന്നെയാണ് 296 പേജുകളുള്ള റിപ്പോർട്ട് മുഴുവനും ടൈപ്പ് ചെയ്തത്. ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുമാരും നേരിട്ട ദുരനുഭവങ്ങളാണ് വിവരിക്കുന്നത്. സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മികച്ച താമസ സൗകര്യം നൽകുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചെത്തിയ ഒരു നടി ഭയം മൂലം കെട്ടിടത്തിന്റെ വരാന്തയിലെ സോഫയിൽ കിടന്നുറങ്ങിയ ദുരനുഭവവും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. മികച്ച താമസ സൗകര്യം നൽകുമെന്നതായിരുന്നു വാഗ്ദാനമെങ്കിലും അപരിചിതർ തിങ്ങിപ്പാർക്കുന്ന വീട്ടിലാണ് താമസം നൽകിയത്. പരാതിപ്പെട്ടപ്പോൾ ലോഡ്ജിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും അവിടം തീരെ സുരക്ഷിതമല്ലായിരുന്നു. ഒടുവിൽ പഴയ വീട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. ഭയം മൂലം അകത്ത് കിടക്കാതെ ഒരു ദിവസം വരാന്തയിലെ സോഫയിലാണ് കിടന്നുറങ്ങിയത്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നടി നൽകിയ മൊഴിയിൽ വിവരിക്കുന്നു. സെറ്റുകളിലെ ചർച്ചകളിൽ പുരുഷന്മാർ പലപ്പോഴും മദ്യപിച്ച് പങ്കെടുക്കാറുണ്ട്. ഇത്തരം ചർച്ചകളിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ പതിവാണെന്നും മൊഴികളിലുണ്ട്. അതേസമയം ലൊക്കേഷനുകളിൽ എത്തുന്ന ക്രിമിനലുകളെ കുറിച്ചാണ് മറ്റൊരു നടി വെളിപ്പെടുത്തിയത്. താമസിക്കാൻ കിട്ടിയത് മോശം ഹോട്ടലാണ്. CCTV ഉൾപ്പെടെ സുരക്ഷിതമായ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇരുട്ട് നിറഞ്ഞ ഇടനാഴികൾ. പുലർച്ചെ എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ കട്ടിലിന് ചുവട്ടിൽ ഒരാൾ കിടക്കുന്നതാണ് കണ്ടത്. അലറിക്കരഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്കോടി. സഹപ്രവർത്തകയുടെ മുറിയിൽ അഭയം തേടി. പോലീസിൽ പരാതി കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. പരാതി നൽകിയാൽ സിനിമയെ ബാധിക്കുമെന്ന് നിർമ്മാതാവ് പറഞ്ഞു. മുറിയിൽ കയറിയത് കാരവാൻ ഡ്രൈവറായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ക്രിമിനൽ പശ്ചാത്തലം നോക്കാതെ ആളുകളെ സിനിമയുടെ ഭാഗമാക്കുന്നതാണ് ഇത്തരം അനുഭവങ്ങൾക്ക് പിന്നിലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സെറ്റിൽ വെച്ച് ഉപദ്രവിച്ച നടനൊപ്പം ഒരു നടിക്ക് തൊട്ടടുത്ത ദിവസം അഭിനയിക്കേണ്ടി വന്നത് അടുത്തിടപെടുന്ന രംഗങ്ങളാണെന്നും റിപ്പോർട്ടിലുണ്ട്. ആ നടനോടുള്ള ദേഷ്യവും വിദ്വേഷവും കാരണം ആ ഷോട്ടിന് 17 റീടേക്കുകൾ വേണ്ടി വന്നെന്നാണ് നടി ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. ആ നടൻ ആരാണെന്ന് പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പേരും സൂചന നൽകുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 14 പേജുകളാണ് ഇതിനായി സർക്കാർ ഒഴിവാക്കിയത്. സെറ്റിൽ എന്താണ് നടന്നതെന്ന ഭാഗം റിപ്പോർട്ടിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ഭാഗം ഇങ്ങനെ: തൊട്ടടുത്ത ദിവസം അതേ മനുഷ്യനൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. കെട്ടിപ്പിടിച്ചാണ് അഭിനയിച്ചത്. അത് ഭീകരമായ അനുഭവമായിരുന്നു. എൻ്റെ മുഖത്ത് ആ നടനോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രതിഫലിച്ചു. അത് കാരണം ഒരു ഷോട്ട് 17 തവണ എടുക്കേണ്ടി വന്നുവെന്നായിരുന്നു നടിയുടെ മൊഴി. മറ്റൊരു കാര്യം, സിനിമയിൽ അവസരം വാങ്ങി നൽകാമെന്ന പേരിൽ യുവതികളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിനൊപ്പം അവരെ മറ്റ് ആവശ്യങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നവർ ഉണ്ടെന്നുള്ളതാണ്. ചെയ്ത ജോലിയുടെ കൂലി ലഭിക്കണമെങ്കിൽ ഏജന്റുമാരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.
പറയുന്നുണ്ട്. സിനിമയിലെ മുഖ്യധാര നടിമാർ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകളും വിവരിച്ച ലൈംഗിക അതിക്രമത്തിന്റെയും അവഗണനയുടെയും വിലക്കിന്റെയും എല്ലാം യാഥാർത്ഥ്യവും റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു പ്രധാന പരാമർശം WCC രൂപീകരിച്ചവരിൽ ഒരാളായ പ്രമുഖ നടി സ്വാർത്ഥ താൽപര്യത്തോടെയാണ് മൊഴി നൽകിയത് എന്നുള്ളതാണ്. സിനിമയിൽ അവസരം നഷ്ടപ്പെടാതിരിക്കാനായി പുരുഷന്മാർക്കെതിരെ മൊഴി നൽകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. സിനിമയിൽ നടിമാർ ലൈംഗിക ചൂഷണം നേരിടുന്നതായി കേട്ടിട്ട് പോലുമില്ലെന്നും അവർ പറഞ്ഞു. സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടരുത് എന്നുള്ള സ്വാർത്ഥ ലക്ഷ്യമായിരുന്നു അവർക്കെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ എല്ലാ സിനിമാ നടന്മാരും ചലച്ചിത്ര പ്രവർത്തകരും ഇത്തരക്കാരല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചില നടന്മാർക്കും സംവിധായകന്മാർക്കും ഒപ്പം അഭിനയിക്കുന്ന നടിമാർക്ക് വളരെ സുരക്ഷിതത്വം തോന്നാറുണ്ടെന്നും പരാമർശമുണ്ട്. എന്തായാലും പുറമേ നിന്ന് നോക്കുന്ന വർണ്ണപ്പകിട്ടും പൊലിമയും മലയാള സിനിമയ്ക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അശ്ലീലതയും പീഡനങ്ങളും ലഹരിയും മലയാള സിനിമയിൽ കൊടികുത്തി വാഴുന്നുവെന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രത്നച്ചുരുക്കം. എങ്ങനെ മലയാള സിനിമയിലെ കൊള്ളരുതായ്മകൾ ശുദ്ധികലശം ചെയ്യാമെന്ന കൃത്യമായ ശുപാർശകളും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ സ്വീകരിക്കാവുന്നവ പ്രാവർത്തികമാക്കി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുവാനും സർക്കാർ അനുബന്ധ സംവിധാനങ്ങൾക്കാകട്ടെ എന്നതാണ് പറയാനുള്ളത്.